കച്ചേരിപ്പടിയിൽ കൊച്ചി നഗരസഭ 19ാം ഡിവിഷൻ കുടുംബശ്രീ സമിതിയുടെ കീഴിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ADS ചെയർപേഴ്സൺ രജനി വിനായകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PR രചന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൊച്ചി നഗരസഭ 19ാം ഡിവിഷൻ കുടുംബശ്രീ സമിതിയുടെ കീഴിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും മറ്റു കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തുകയും ചെയ്തു. ADS ചെയർപേഴ്സൺ രജനി വിനായകന്റെ അധ്യക്ഷതയിൽ കച്ചേരിപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ PR രചന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വ്യാപനശേഷി കൂടുതലുള്ളതാണെങ്കിൽ പോലും തീവ്രതയില്ലാത്ത ഒമിക്രോൺ ആണ് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പറയുന്നത്. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പെരുന്നാൾ ഇപ്പോൾ ബക്രീദ് കഴിഞ്ഞ 2ാം ദിവസമാണ്. കഴിഞ്ഞ റംസാൻ ഏറ്റവും കൂടുതൽ സംഘടനകൾ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച ഒരു പെരുന്നാളായിരുന്നു ഡിവിഷനകത്ത് തന്നെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഡെയിലി എവിടെയെങ്കിലുമൊക്കെ വിളിയുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഡിവിഷൻ്റെയും നടത്താൻ നമുക്ക് സാധിച്ചു. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പോൾ രജനി ചേച്ചി ഇവിടെ ഇരുന്ന് ഈ കാര്യം സംഘടിപ്പിക്കുമ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഓട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുസ്തകം വിതരണം നടത്തിയില്ല. ക്യാഷ് അവാർഡ് നിസ്സാര പൈസ, അത് നമ്മുടെ കുടുംബശ്രീയിലെന്ന് പറയാൻ നമുക്ക് വരുമാനം ഇല്ല നമ്മുടെ കുടുംബശ്രീയിൽ. അതിൻ്റെ പേരിൽ നമ്മൾ ചെറിയൊരു തുക അവർക്കുടെ പ്രോത്സാഹനം, അതുങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്നും ചെറിയൊരു തുകയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. PMSC ബോർഡ് മെമ്പറും CPIM പള്ളുരുത്തി ലോക്കൽ സെക്രട്ടറിയുമായ CR ബിജു ആശംസ അറിയിച്ച ചടങ്ങിൽ റിൻഷ ഹാരിഫ് നന്ദി പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നസീറ, നസീമ, മൈമുന, റോസ്ലി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.